ജീവിതത്തിൽ വിജയം കൈവരിച്ച ഒത്തിരി പേരെ നമുക്കറിയാം. അവരുടെ ജീവിതയാത്രകളെ കുറിച്ച് നമ്മൾ ഒരുപാട് മനസ്സിലാക്കിയിട്ടുണ്ട്, ആർജവം കൊണ്ടിട്ടുണ്ട്. ജീവിതത്തിൽ തോറ്റുപോയവരും ഉണ്ട്, അവരെക്കുറിച്ച് നമുക്കറിയാം. എന്നാൽ ജയിച്ചിട്ടുമില്ല, തോറ്റിട്ടുമില്ല, അതിനിടയിൽ നിൽക്കുന്ന ഒത്തിരി ജന്മങ്ങളുണ്ട്. അതേപോലത്തെ ഒരു വ്യക്തിയാണ് എൻ്റെ കൂടെ ഇന്നുള്ളത്. ഇദ്ദേഹത്തിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലുള്ള നെല്ലുവായ എന്ന് പറയുന്ന സ്ഥലത്ത് ധന്വന്തരി ക്ഷേത്രമുണ്ട്. വളരെ പ്രശസ്തമായ ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിലെ ശാന്തികാരനാണ് ഇദ്ദേഹം, പരമേശ്വരൻ നമ്പൂതിരി. അദ്ദേഹത്തിനോട് നമുക്ക് ചോദിക്കാം, അദ്ദേഹത്തിനെ നമുക്ക് പരിചയപ്പെടാം, അദ്ദേഹത്തിൻ്റെ ജീവിതയാത്ര എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആർജവം കൊള്ളാൻ പറ്റുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാം. പേര് പരമേശ്വരൻ എന്നാണ്. ഞാൻ നെന്മാറയാണ്, പാലക്കാട് ജില്ലയിലെ നെന്മാറയാണ് എൻ്റെ പ്രോപ്പർ സ്ഥലം. എൻ്റെ അച്ഛൻ വന്ന ഹരിഹര പുത്ര മെസ്സിൽ ആയിരുന്നു. അച്ഛൻ കുറേ കാലം ഞങ്ങൾ ഹോട്ടൽ ഫീൽഡ് തന്നെ ആയിരുന്നു. എൻ്റെ പൂർവികമായിട്ട് ഹോട്ടലാണ്. അച്ഛൻ്റെ കാലം കഴിഞ്ഞ പിന്നെ എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ അമ്പലത്തിലെ ശാന്തിക്ക് കയറിയെന്ന് മാത്രം. ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ 10 വർഷമായി. ഇപ്പോൾ ഇവിടെയാണ് താമസിക്കുന്നത്? ഇവിടെയാണ്. ഇപ്പോൾ ഞാൻ കടങ്ങോട്ട് റോഡിലാണ് താമസം. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിലിപ്പോൾ അമ്മയുണ്ട്, ഭാര്യയുണ്ട്. 10 വർഷമായിട്ട് അവിടെ തന്നെയാണ്. വീട്ടിലൊരു ചെറിയ സംരംഭം ഉണ്ടെന്ന് ഞാൻ കേട്ടായിരുന്നു. ഹരിഹര ഫുഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സംരംഭം. ഹരിഹര ഫുഡ്സ് അല്ലേ? സാമ്പാർ പൊടി, ചമ്മന്തിപ്പൊടി, രസപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഇതാണ് നമ്മുടെ മേക്ക്. ദോശമാവാണ് മെയിൻ മേക്ക്. പിന്നെ അത്യാവശ്യം കാറ്ററിങ്ങും ചെയ്തു കൊടുക്കും. എന്താ വെച്ചാൽ അത് ടിഫിൻ ഐറ്റംസോടാണ് ഞങ്ങൾക്ക് കൂടുതൽ താല്പര്യം. എന്താ വെച്ചാൽ ഈ ചോറിനോട് അധികം ഞങ്ങൾക്ക് താല്പര്യം ഇല്ല, കുറവാണ്. എന്താ വെച്ചാൽ അത് വർക്ക് കൂടുതലാണ്. അതാണ് അതിൽ മെയിനായിട്ട് വരുന്നത്. ടിഫിൻ ഐറ്റംസ് ആണ് അല്ലേ? രാവിലെ വൈകുന്നേരം ചപ്പാത്തി, നൂൽപുട്ട്, ഇഡ്ഡലി, വട, അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. തിരുമേനി അമ്പലത്തിലെ ശാന്തിക്കാരൻ മാത്രമല്ല, ഒരു യുവ സംരംഭകൻ കൂടിയാണ്. വീട്ടിൽ സ്വന്തമായിട്ടൊരു ഫുഡ് യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. അതിലേക്കാണ് നമ്മളുടെ യാത്ര. എങ്ങനെയാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നതെന്ന് നമുക്ക് തിരുമേനിയോടൊപ്പം പോയി ചെന്ന് കണ്ടറിയാം. ഇത് അമ്പലത്തിലെ ബിൽഡിംഗ് ആയിരുന്നോ? അത് അമ്പലത്തിലേക്ക് കിട്ടിയതാണ്. ഒരു വാരയുടെ സ്ഥലമാണ്. പഴയ കാലം വാരയുടെ വീട് ഇല്ലെന്നാണ്. ഇവിടെ കംപ്ലീറ്റ് അമ്പീശന്മാരും കഴക്കാരും മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ പിന്നിൽ കാണുന്നതാണ് ധന്വന്തരി അമ്പലം, നെല്ലുവായിലുള്ളത്. അമ്പലത്തെക്കുറിച്ച് നമുക്ക് കുറച്ച് അറിയേണ്ടതുണ്ട്. നമുക്ക് തിരുമേനിയോട് ഒന്ന് ചോദിക്കാം, എന്താണ് അമ്പലത്തെക്കുറിച്ച് പറയാനുള്ളതെന്ന്. തിരുമേനി പറയാമോ, എന്താണ് അമ്പലത്തിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത്? അമ്പലത്തിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത്, നെല്ലുവായ ധന്വന്തരി ക്ഷേത്രം എന്ന് പറയുന്നത് മൊത്തം അസുഖത്തിൻ്റെ മൊത്തത്തിലുള്ള നാഥനാണ്. അസുഖങ്ങൾ എന്തുണ്ടെങ്കിലും ഇവിടെ വന്നാൽ മാറി പോവാറുണ്ട്. ടൈം കുഴപ്പമാണ് വളരെ വിശേഷം. മുക്കിടി സേവിക്കുക, ഒരു കുടം പാൽപ്പായസം സേവിക്കുക, ധന്വന്തരി ഹോമം. എത്ര വിലപ്പെട്ട എത്ര വലിയ ഒരു അസുഖമാണെങ്കിലും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ അത് മാറാറുണ്ടെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. മെയിനായിട്ട് പറയുന്നത് വിശിഷ്ട ദിവസം എന്ന് പറയുന്നത് വൈകുണ്ഠ ഏകാദശി. വൈകുണ്ഠ ഏകാദശിയാണ് വിശിഷ്ടം. ഇനി വരാൻ പോകുന്നത് ജനുവരി 6-ാം തീയതിയാണ്. 2025 ജനുവരി 6-ാം തീയതി. അതിൻ്റെ മുപ്പാടെ തന്നെ 100 ദിവസം അതിൻ്റേതായിട്ട് ഉദയാസ്ഥാന പൂജ, നിറമാല, ചുറ്റുവിളക്ക്, ഇങ്ങനെ കുറേ പരിപാടികൾ അതിന് പിന്നാലെയുണ്ട്. അതിൻ്റെ ഇതിൽ തന്നെ വിളക്കാചാരം എന്ന് പറയുന്ന പരിപാടിയുണ്ട്. ഭഗവാനെ എഴുന്നള്ളിക്കുന്നുണ്ട്. എല്ലാം ഈ അമ്പലത്തിൽ വെച്ചിട്ട് തന്നെയാണ്. അമ്പലം ഭഗവാൻ പുറത്തല്ല, എല്ലാം അകത്താണ്. ഗുരുവായൂരും ഇതുമായിട്ടൊരു ടൈപ്പ് ഉണ്ട്. വസിഷ്ഠർ പൂജിച്ചിരുന്ന ദൈവമാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ ഉപദേവന്മാരെന്ന് പറയാൻ അയ്യപ്പനും ചെറുദേവരും വരാഹമൂർത്തിയും ഗണപതിയാണ്. ഇതിൻ്റെ ഉപദേവരെന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നതാണ്. ബാക്കി പിന്നെ കീഴ്മണ്ടൂർ പരമേശ്വരനാണ് തന്ത്രി. ഈ അമ്പലത്തിലാണ് തിരുമേനി 10 വർഷമായിട്ട് ജോലി ചെയ്യുന്നത്, ശാന്തിയായിട്ട് ജോലി ചെയ്യുന്നത് അല്ലേ? തിരുമേനി ഒരു ശാന്തിക്കാരൻ എന്നുള്ള രീതിയിൽ മാറിയിട്ടൊരു സംരംഭകനാകുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു സൈഡായിട്ട് ഒരു ബിസിനസ് തുടങ്ങുക, അതിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേർന്നത്? അതിലേക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ പാരമ്പര്യം തന്നെയാണ്. അതിൽ പറിക്കാൻ പറയാൻ എൻ്റെ അച്ഛൻ്റെ വാസന, കലാവാസന എന്നൊക്കെ പറയത്തില്ലേ, അതന്നെയാണ്. എന്താ വെച്ചാൽ ഒന്ന് അവർക്കും എല്ലാവർക്കും ഒരു ജോലി, ഒരു പാർട്ട് ടൈം ജോബ്, അതാണ് അതിൻ്റെ ഉദ്ദേശം. എന്താ വെച്ചാൽ ഫുള്ളായിട്ട് നമുക്ക് ഇതിൽ കൊണ്ടൊക്കെ നടത്താൻ നമുക്ക് പറ്റാത്തതുകൊണ്ടും, പിന്നെ അത് ഫുള്ളായിട്ട് നമുക്ക് അതിലേക്കും അതിലും ഫുള്ളായിട്ട് എടുക്കാനും പറ്റില്ല. അപ്പോൾ ഇതും അതും കൂടെ ഒന്നിച്ച് കൊണ്ടുപോകാനാണ് നമുക്ക് ആഗ്രഹം. അപ്പോൾ അത് നല്ല പ്രൂഫ് പ്രോഡക്റ്റ് നമുക്ക് നന്നായിട്ട് നമുക്ക് മേക്ക് ചെയ്യാം. എല്ലാം നമ്മൾ കടകളിൽ അവിടേക്കും നമ്മൾ വെച്ച് കൊടുക്കുന്നില്ല. നമ്മൾ കംപ്ലീറ്റ് ഓൺലൈനിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവർക്ക് എത്തിച്ചു കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് എത്തിച്ചു കൊടുക്കും. അതാണ് അതിൻ്റെ മെയിനായിട്ടുള്ളത്.
എന്താ വെച്ചാൽ കടകളിൽ കൊടുക്കുമ്പോൾ അത്രയും നമുക്ക് ബൾക്കായിട്ടുള്ള സാധനങ്ങൾ കാണണം. ഓക്കെ, അതിനുള്ള ഒരു ഓപ്ഷൻ ഇല്ലേ? ബൾക്കായിട്ട് നമ്മൾ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. വില കുറവായിട്ടാണ് അവർ ചോദിക്കുക. എന്താ വെച്ചാൽ നമുക്കത് താങ്ങാനാവില്ല. എന്താ വെച്ചാൽ നമ്മുടെ 100 ഗ്രാം സാമ്പാർ പൊടി എന്ന് പറയുന്നത് നമ്മൾ 40 ഉറുപ്പിക്കാണ് നമ്മൾ കൊടുക്കുന്നത്. കടയിൽ നമുക്കത് 28-നും 27-നും 25-നൊക്കെ നമ്മൾ വെക്കേണ്ടി വരും. അത്രയും നമുക്ക് നഷ്ടമാണ് ശരിക്കും. അപ്പോൾ അത്രയും വില 40 രൂപയ്ക്ക് കൊടുക്കാൻ നമ്മുടെ വില കൂടുതലായതുകൊണ്ടാണ്. അങ്ങനെയല്ല, അവർക്കും അതിൽ 10 ഉറുപ്പിക കിട്ടണ്ടേ? ഇത് ഉണ്ടാക്കുന്ന അതെ. അല്ല, നമ്മളെ കടയിൽ വെച്ച് കൊടുക്കുന്ന ഏതൊരു സാധനവും നമ്മളിപ്പോൾ കടയിൽ വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ 55 ഉറുപ്പിയുടെ സാധനം അവർക്ക് 28 ഉറുപ്പിക കിട്ടുന്നുള്ളൂ. അവർ ആ ലേബിൾ വെച്ചിട്ടാണ് അവർ 55 ആക്കി കൊടുക്കുന്നത്. അത്രയും പ്രോഫിറ്റ്. കടക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെ പുറത്തുനിന്ന് കിട്ടുന്ന സാധനങ്ങൾക്ക് കൂടുതൽ മാർജിൻ ഉണ്ട്. അതെ, നമുക്ക് ആ സാധനം അതേ മാർജിനിൽ കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ കടക്കാരെ ചിലപ്പോൾ നമ്മളുടെ അടുത്ത് സാധനം എടുക്കണമെന്നില്ല. അതെ. തിരുമേനി, ഈ ഒരു സ്ഥാപനം ഏത് വർഷത്തിലാണ് നമ്മൾ തുടങ്ങിയത്, ഈ ഹരിഹർ ഫുഡ്സ് എന്ന് പറയുന്നത്? നമ്മൾ തുടങ്ങിയിട്ട് വന്നിട്ട് നമ്മൾ 2008 മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2008 ഞാൻ കുറേശ്ശെ തുടങ്ങി. 2015 കൂടിയാണ് ഞാൻ ഫുള്ളായിട്ട് അതിൻ്റെ ലൈസൻസും കാര്യം കണക്കിലേക്കൊക്കെ പോയത്. അവിടെ നിന്ന് അങ്ങോട്ട് ഇപ്പോൾ ഫുള്ളായിട്ടുണ്ട്. എത്ര ആൾക്കാരുണ്ട്? ജോലിക്കാരും ഇല്ല, ഞങ്ങൾ തന്നെയാണ് ജോലിക്കാർ. ഞാനും അമ്മയും ഭാര്യയും തന്നെയാണ് ജോലിക്കാർ. എന്താ വെച്ചാൽ നമ്മളിതിൽ പുറമെ ഒരാൾക്ക് ഇത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൂട്ട് ശരിയാവില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇത് കുറേ കാലമായിട്ട് അച്ഛനായിട്ടുള്ളതാണിത്. എന്താ വെച്ചാൽ അന്ന് ഹോട്ടലും പിന്നെ അതിൽ തന്നെ ഉള്ള വാസനയാണ് നമ്മൾ ഇതിലേക്ക് വരാനുള്ള കാരണവും എല്ലാം കൂടെ. തിരുമേനി, ഇതൊരു കച്ചവടമായിട്ടാണോ ഇത്? അല്ല, ഒരു സേവനമാണ്. നല്ല ആൾക്കാർക്ക് നല്ലതായിട്ടുള്ള പ്രോഡക്റ്റ് കൊടുക്കുക. എന്താ വെച്ചാൽ ഇതിന് മെയിനായിട്ട് ഉപകാരപ്പെടുന്നത് ബാച്ചിലേഴ്സിന്, പിന്നെ അതേമാതിരി ചെറിയ ഒരു ഫാമിലിക്കൊക്കെ നമുക്കൊരു ഇത് വെച്ച് പോകാൻ പറ്റും. എന്താ വെച്ചാൽ പെട്ടെന്ന് നമുക്കൊരു സാമ്പാർ വയ്ക്കാൻ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പരിപ്പൊന്നും ആവശ്യമില്ല. 2 കഷ്ണം ഉണ്ടായി നമ്മുടെ പൊടി ഇട്ടുക, സാമ്പാറായി. അതേമാതിരി 2 ഇഡ്ഡലി ഉണ്ട്, നമ്മുടെ ചട്നിപ്പൊടി ഉണ്ടെങ്കിൽ രാവിലത്തെ കഴിച്ചവർക്ക് പോവാം. രസം വയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്താ വെച്ചാൽ 2 തക്കാളി ഉണ്ടെങ്കിൽ കാര്യമായി, പുളി വേണമെന്നില്ല. എന്താ വെച്ചാൽ എല്ലാം നമ്മുടെ ഇതിലെല്ലാം ഇൻക്ലൂഡിങ് ആണ്. അതേമാതിരി തന്നെ നമ്മുടെ ഈ മല്ലി മുളക് അത് നമ്മൾ ആധാർ ബേസ് കൊടുക്കുന്നതാണ്. എന്താ വെച്ചാൽ കുറച്ച് നല്ല എരിവുള്ളവർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഭാഗമല്ല അത്. സാമ്പാർ പൊടിയിൽ പെടുത്താനല്ല അത്. എന്താ വെച്ചാൽ അവിടെ കംപ്ലീറ്റ് നോൺ വെജിറ്റേറിയൻ്റെ ആൾക്കാരാണ്. എന്താ വെച്ചാൽ നമ്മൾ ഇരിക്കുന്നതും അവിടെയാണ്. അപ്പോൾ അവർക്ക് എരിവ് വേണമെന്ന് പറയുമ്പോൾ നല്ല മുളക് പൊടി ഇവിടെ കിട്ടാമെന്നില്ല. തിരുമേനി പ്യുവർ വെജിറ്റേറിയൻ ആണെന്ന് അറിയാം. അതെ, അങ്ങനെ തന്നെയാണോ എന്നുള്ളത് ഞാൻ ചോദിക്കുകയാണ്. തെറ്റുണ്ടെങ്കിൽ പൊറുക്കുക. നമ്മൾ കംപ്ലീറ്റ് വെജാണ് നമ്മൾ കംപ്ലീറ്റ്. തിരുമേനി, ഈ ഒരു സംരംഭം ഇപ്പോൾ ഒരു സേവനമാണെന്ന് പറഞ്ഞത്, ഇത് ആക്ച്വലി ഒരു വൻകിട രീതിയിലേക്ക് ഇതിനെ വളർത്തിക്കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലും ഒരു ദീർഘവീക്ഷണോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹമോ തിരുമേനിക്കുണ്ടോ? ഉണ്ട്. കുറച്ചുകൂടി വിപുലീകരിച്ച് ഒരു 10 ആളെ ജോലിക്ക് വെക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. ആയാലും ഇപ്പോഴത്തെ എൻ്റെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒന്ന് പോയി ഒരു 2-3 കൊല്ലം കഴിഞ്ഞ് അങ്ങോട്ട് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് തിരുമേനിയുടെ കുടുംബം എന്ന് പറയുന്നത്. ഇവർ 3 പേരടങ്ങുന്നതാണ്. ഹരിഹർ ഫുഡ്സിൻ്റെ ഡയറക്ടറും ചെയർമാനും എല്ലാം ഇവർ തന്നെയാണ്. നമുക്ക് ഇവരിൽ നിന്ന് ഇവരോട് ചോദിക്കാം നമുക്ക് എങ്ങനെയാണ് ഇവർ ഈ സംരംഭം കൊണ്ട് നടക്കുന്നത്. ആദ്യം നമുക്ക് അമ്മേനോട് തന്നെ ചോദിക്കാം. തലമുറക്കാരൻ എന്ന രീതിയിൽ, കർണൂർ എന്ന രീതിയിൽ അമ്മയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. എപ്പോഴാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്? അമ്മയുടെ ഓർമ്മയിൽ എപ്പോഴാണ് ഇത് തുടങ്ങിയത്? ഇങ്ങനെ ഒരു ചെറിയൊരു കച്ചവടമാണെങ്കിൽ എപ്പോഴാണ് ഇത് തുടങ്ങിയത്? 2 കൊല്ലമായി. 2 കൊല്ലമായി. പക്ഷെ എന്നാലും തിരുമേനി പറഞ്ഞത് കാലകാലം മീൻസ് അത് ഞങ്ങൾക്ക് പൂർവികമായിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് 2 കൊല്ലം തുടങ്ങാം. പൂർവികം എന്ന് പറയുമ്പോൾ അത് എത്ര? എൻ്റെ അമ്മാനപ്പൻ്റെ കാലത്തിലേ ഉണ്ട് കട. അല്ലേ? ഏകദേശം എത്ര വർഷമായിട്ടാണ്? 45 വർഷം. ഞാൻ വന്നിട്ട് 45 വർഷമായി. 45 വർഷം. അതിന് മുമ്പേ ഉണ്ട്. അപ്പൊ അന്ന് ഉപയോഗിച്ച അതേ കറിക്കൂട്ടുകളും അല്ലെങ്കിൽ സ്വാദം തന്നെയാണോ ഇപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത്? ഏകദേശം അത് തന്നെയാണ്. യൂസ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ഇപ്പോൾ അവളുടെ ഇതിൽ ഇത്തിരി മെത്തേഡ് മാറുമല്ലോ, പുതിയ തലമുറയില്ലേ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ വരും. ഒരു ഡെയിലി റൂട്ടീൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? സാധാരണ ഒരു ദിവസം എങ്ങനെയാണ് തുടങ്ങുന്നത്? അമ്മ എങ്ങനെയാണ് തുടങ്ങുന്നത്? ദിവസം രാവിലെ എന്തെങ്കിലും കാറ്ററിംഗ് ഒക്കെ വരുമ്പോൾ ഞങ്ങൾ നടത്തി തുടങ്ങും. പിന്നെ ഞങ്ങളുടെ പതിവായിട്ട് ദിവസം ഉണ്ടായിരുന്നു. ഇവിടെ അങ്ങനെയല്ല, കാറ്ററിംഗ് ആണ്. കാറ്ററിംഗ് ഞാൻ ഓർഡർ അനുസരിച്ച് ചെയ്യും.
മാക്സിമം എത്രത്തോളം പേർക്കുള്ള ഭക്ഷണം 100 ആളുടെ മീതെ എടുക്കും. ഇതുള്ള ആൾക്കാർക്ക് നമുക്ക് എടുക്കും. പ്രാതലും അതേപോലെ ഈവനിങ് ആയിട്ടുള്ള ഭക്ഷണം രാവിലെ ഉള്ളതും വൈകിട്ടുള്ളതും എടുക്കും. അമ്മ വേറെ ആരെങ്കിലും ഉണ്ടോ? സഹായിയായിട്ട് വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ആരും ഇല്ല. നിങ്ങൾ തന്നെയാണ്? ഞാനും അവളും മാത്രമേ ഉള്ളൂ. ഇതിന്റെ ഒരു രഹസ്യം എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ഒരു കൂട്ടിന്റെ രഹസ്യം എന്തായിരിക്കും? രഹസ്യം പറഞ്ഞാൽ നമ്മുടെ മെത്തേഡ് തന്നെയാണ്. നിങ്ങൾ തന്നെ സാധനങ്ങൾ വാങ്ങിച്ച് എങ്ങനെയാണ് ഈ പൊടിയിലേക്ക് എത്തുന്നത്? എങ്ങനെയാണ്? പൊടികളും ഞങ്ങൾ സാധനങ്ങൾ വാങ്ങി വറക്കും, എന്നിട്ട് ഞങ്ങൾ തന്നെ പൊടിക്കും. നിങ്ങൾ തന്നെ പൊടിക്കും. പാക്കിങ്ങും ഇവിടെ തന്നെയാണ്. ഇപ്പൊ ഇവിടെ വന്നിട്ട് എത്ര വർഷമായി? ഞങ്ങൾ ഈ വീട് വാങ്ങിച്ച് ഇവിടെ സെറ്റിലായിട്ട് ഇപ്പോൾ 3 കൊല്ലം കഴിഞ്ഞു. 3 കൊല്ലം കഴിഞ്ഞു. കൂടെ കൂടിയിട്ട് അപ്പം ഞങ്ങളത് 20 കൊല്ലമായി. 20 കൊല്ലം. 20 കൊല്ലം മുതൽ തന്നെ ആ വരുന്ന സമയത്ത് തന്നെ ഇതേപോലത്തെ ഒരു യൂണിറ്റ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അച്ഛനും അമ്മയും മിസ് തന്നെയാണ് നടത്തിക്കൊണ്ടിരുന്നത്. പിന്നെ ആള് അമ്പലത്തിലെ ശാന്തിയാണ്. പിന്നെ ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ വെറുതെ ഇരിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് തുടങ്ങിയതായിരുന്നു. അപ്പം അങ്ങനെ എനിക്കിപ്പോൾ അങ്ങനെ ഒരു ബിസിനസ്സാക്കി ഞാൻ എടുത്തു അതിന്. അതെ. ഞാനത് വെറുതെ ഇരിക്കേണ്ട, അപ്പോൾ വെറുതെ തുടങ്ങിയത് ഒരു പൊടിയായിട്ട് ബിസിനസ് തുടങ്ങി. അപ്പോൾ അവർ ഓരോരുത്തർ ചോദിക്കുമ്പോൾ ഇങ്ങനെ പൊടി നമ്മൾ പൊടിച്ചു കൊടുക്കുക. അന്ന് ബ്രാഹ്മിൻ്റെ ഒരു പൊടി ഒരു സ്വാദാണ്. അപ്പോൾ അവർ ചോദിച്ചപ്പോൾ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ തുടങ്ങിയപ്പോൾ ഒരു ബിസിനസ്സായി എനിക്ക്. അതെ. ഐഡിയയിലല്ല, ഞാനത് വെറുതെ ഇരിക്കുമ്പോൾ അവർ ചോദിച്ച് എനിക്ക് പൊടികളൊക്കെ തരുമോ, അച്ചാറുകളൊക്കെ കുറച്ച് ഇട്ട് തരുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഓ ശരി. അപ്പോൾ അങ്ങനെ ഞാൻ തുടങ്ങിയപ്പോൾ അതങ്ങനെ ഒരു സംരംഭമായി. അതെ. ഇപ്പോൾ എന്തൊക്കെ ഐറ്റംസ് ആണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്? ഇപ്പോൾ ഞാനത് അച്ചാറുകൾ, എല്ലാതരം അച്ചാറുകളും ഉണ്ട്. പിന്നെ കൊണ്ടാട്ടങ്ങൾ, പിന്നെ അത്യാവശ്യം കാറ്ററിങ് ചെറുതായിട്ട് ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ ചെയ്യുന്നിപ്പോൾ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഞങ്ങൾ കൊണ്ട് എടുക്കാൻ പറ്റുന്നതൊക്കെ എടുത്ത് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു മാസം നമുക്കൊരു വരുമാനം പറയാനാണെങ്കിൽ ഏകദേശം എത്ര രൂപ വരുമാനം നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ സാധിക്കും? എങ്ങനെ അതായത് കണക്ക് പറയുമ്പോൾ എനിക്കിപ്പോൾ മാവ് കച്ചവടം ഉണ്ട്. ഞാൻ ഇഡ്ഡലി മാവ് കച്ചവടം അത് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയും എനിക്ക് മാസത്തിലൊരു 10-30,000 അങ്ങനെ ഒരു കിട്ടുന്നുണ്ട്. നമുക്കത് കിട്ടുന്നുണ്ട്. അതിന് പുറമേ ഉള്ളതാണ് മറ്റേ പ്രോഡക്റ്റ് കാറ്ററിങ്ങും പിന്നെ ഈ ചെറിയ അച്ചാറുകൾ അങ്ങനെ കൊടുക്കുന്നതും ഒക്കെ. അപ്പോൾ ഒരു കുടുംബത്തിന് കഴിയാനുള്ള ഒരു വരുമാനം അമ്മയും മകളും കൂടി വീട്ടിൽ നിന്ന് തന്നെ ചെയ്യണം, നമുക്ക് ചെയ്യാൻ പറ്റും. അതൊരു സഹായം കൂടിയാണ് തിരുമേനി സംസാരം. അതെ. ഇവർ അമ്പലത്തേക്ക് ശാന്തിക്ക് പോവും. അവരെ കൊണ്ട് കൂടുതൽ വരുമ്പോൾ ഞങ്ങളെ കൊണ്ട് അത്രയും താങ്ങാൻ പറ്റില്ലാകുമ്പോൾ അവർ സഹായിച്ച് തരും. പക്ഷേ കൂടുതലും ഞാനും അമ്മയും ചെയ്തോളും, കുഴപ്പമില്ല. അവർ അമ്പലത്തിൽ പോയിട്ട് വരുമ്പോൾ ചിലപ്പോൾ നേരം വൈകുകയൊക്കെ പിടിക്കുകയൊക്കെ ചെയ്ത് ഞങ്ങൾ ചെയ്തോളും. അതിനനുസരിച്ച് ഞങ്ങൾ എടുക്കും, ചെയ്യും. സാധനങ്ങളൊക്കെ കൊണ്ടേ കൊടുക്കാനായിട്ട് അത് നമ്മൾ ഓട്ടോയിൽ കൊടുത്തേക്കും. ചിലവർക്ക് വന്ന് എടുത്തുകൊണ്ട് പോകും. അവർ തന്നെ പറയും വന്നോളാം എന്ന് പറയും. അപ്പോൾ അവർ എടുത്തുകൊണ്ട് പോകും. നമ്മളിവിടെ പാത്രത്തിൽ സെറ്റാക്കി വെക്കും. സെറ്റാക്കി വെച്ചാൽ അവരൊന്ന് എടുത്തുകൊണ്ട് പോയിക്കോളും. ഇപ്പോൾ വന്നിട്ട് 20 വർഷം എന്ന് പറഞ്ഞു തിരുമേനിയുടെ കൂടെ കൂടിയിട്ട്. അപ്പോൾ അന്ന് മുതൽ തന്നെ ഇങ്ങനെ ഒരു സംരംഭം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു യൂണിറ്റ് പ്രവർത്തിച്ച് വരുന്നുള്ളത് അമ്മയായിട്ടും പറഞ്ഞു. അപ്പോൾ അന്നത്തെ ഒരു കാലവും ഇന്നത്തെ ഒരു കാലവും അത് തമ്മിലുള്ള ഒരു താരതമ്യം പറയുമ്പോൾ രുചിക്കൂട്ടിലാണെങ്കിലും നമ്മുടെ ജോലിയുടെ കാര്യത്തിലാണെങ്കിലും എത്രത്തോളം വ്യത്യാസം വന്നിട്ടുണ്ട് അതൊന്ന് പറയാം. അത് വ്യത്യാസമൊക്കെ ഉണ്ട്. ഇതെന്താ പറഞ്ഞാൽ പണ്ടത്തെ ടേസ്റ്റും ഇന്നത്തെ ടേസ്റ്റും ഇപ്പോൾ വ്യത്യാസമുണ്ട്. ഇപ്പോൾ തലമുറകൾക്ക് പണ്ടത്തെ ടേസ്റ്റ് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ലാന്ന് ഉണ്ട്. പക്ഷെ അവരുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കും. പണ്ടത്തെ ആൾക്കാർ അങ്ങനെയല്ല, അവരുടെ ഒരു ടേസ്റ്റ് ഒരേ രീതിയാണ്. ഇപ്പോൾ അങ്ങനെയല്ല, പല രീതിയിലാണ് നമ്മളിപ്പോൾ ഒക്കെ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ അവർ എങ്ങനെയാണോ പറയുന്നത് അവരുടെ ടേസ്റ്റിനനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കും. നമ്മൾ ചോദിക്കും, അപ്പോൾ അവർ സജഷനും പറയും. അപ്പോൾ അവരുടെ അടുത്ത് എങ്ങനെയാണ് വേണ്ടതെന്ന് ആദ്യം തന്നെ ചോദിക്കും. എങ്ങനെയാണ് നിങ്ങൾക്കത് ടേസ്റ്റ്, അവരുടെ ടേസ്റ്റ് എങ്ങനെയാണ് നമുക്ക്. പണ്ട് അങ്ങനെയല്ല, അമ്മ അവർ ഒരു ടേസ്റ്റ് തന്നെയാണ് അവർ ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെയാണ് കൊടുക്കും. അപ്പോൾ അതിൽ വ്യത്യാസം ഇല്ല, അവർക്ക് ആ ടേസ്റ്റ് ഇഷ്ടം. ഇപ്പോൾ വരുന്നവർ അങ്ങനെയല്ല, അവർ പറയും ഇങ്ങനെ വേണം, ഇതിലിങ്ങനെ ഇത് ചേർത്തിക്കോളും അത് ചേർത്തിക്കോളും പറയും, സജഷൻ എടുക്കും. അങ്ങനെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് ചെയ്തു കൊടുക്കും. അവരുടെ ഇഷ്ടമാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഞാൻ അവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ ആദ്യം തന്നെ അവർ ചോദിക്കും, അവർ ചിലപ്പോൾ ഉള്ളി കൂട്ടില്ല. ചിലവർ നമ്മളെ അടുത്ത് പറയുന്നത് പ്രത്യേകിച്ച് അതാണ്, ഒരു പൂജാ കാര്യത്തിനാണ് അവർ ചിലപ്പോൾ പറയാം. അപ്പോൾ പറയുമ്പോൾ അവർ പറയും ഉള്ളി ഇടണ്ട, പക്ഷെ കുരുമ വേണം.
ഉള്ളിയിടാതെ കുരുമ വേണം പറയും. അപ്പം നമ്മൾ അതിനനുസരിച്ചിട്ട് ഇതൊക്കെ ചെയ്യും. പക്ഷേ പണ്ട് അങ്ങനെയല്ല, ഉള്ളിയിടാതെ എങ്ങനെ കുരുമ വെക്കാനാണ് ചിലപ്പോൾ ചിന്തിച്ചു പോകും. ഇപ്പോൾ നമുക്ക് ടെക്നോളജി ഇമ്പ്രൂവ്മെൻറ്റിൽ നമുക്ക് അറിയാം. പക്ഷേ പണ്ട് അങ്ങനെയല്ല, അവർക്ക് ഒരു രീതിയാണ് അത് അങ്ങനെ ചെയ്യുക, ആ രീതി തന്നെ അവർ ചെയ്യും. പല രീതികൾ ഇപ്പോഴില്ല, ഇപ്പോൾ പല രീതിയിൽ അറിയാൻ നമുക്ക് ടെക്നോളജി നമുക്കൊരു സഹായം ഉണ്ട് ഇപ്പോൾ. അപ്പോൾ അതിൻ്റെ രീതിയിൽ നമ്മൾ അവരുടെ അടുത്ത് ചോദിച്ച് അവർ പറയുന്ന പോലെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. നമ്മുടെ രീതിയുണ്ട്. ഇപ്പോൾ പൊടികളൊക്കെ നമ്മൾ പുറത്തുനിന്ന് മേടിക്കില്ല, ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്ന പൊടി തന്നെയല്ലേ. സാമ്പാറാണെങ്കിലും രസമാണെങ്കിലും ഒക്കെ നമ്മളിവിടെ വറുത്ത് പൊടിക്കുന്ന പൊടി തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന് പൊടികളോ കാര്യങ്ങളോ ഒന്നും പുറത്തുനിന്ന് മേടിക്കില്ല. ടേസ്റ്റിൽ അവർ പറയുന്നത് അനുസരിച്ച് നമ്മൾ ഒരു വേരിയേഷൻ ചെയ്തു കൊടുക്കും. അവർക്ക് ഇഷ്ടപ്പെടുന്ന പോലെ നമ്മൾ ചെയ്തു കൊടുക്കും. ഈ ഒരു സംരംഭത്തിന്റെ ഒരു അടുത്ത ഘട്ടം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെ കാണുന്നുണ്ടോ, അങ്ങനെ ഒരു നിർദ്ദേശമുണ്ടോ, അതെന്താണ് അടുത്ത ഘട്ടം പറയുമ്പോൾ? എനിക്ക് കാറ്ററിങ്ങിൽ നമ്മളിപ്പോൾ ഒരു സഹായം ഞാനും അമ്മയും മാത്രമാണ് ചെയ്യുന്നത്. എൻ്റെ മാവ് ബിസിനസ് കുറച്ചും കൂടി എനിക്ക് പുരോഗമിക്കണമെന്നുണ്ട്. അപ്പോൾ അതിന് കുറച്ചും കൂടി മേലെ കൊണ്ടുപോകണം. വല്ല കുറേ കടകളൊക്കെ അങ്ങനെ ഇടാനും ഇങ്ങനെ നമ്മളൊരു ചെയ്യണമെന്നൊക്കെ ഉണ്ട്. വലിയ ഒരു ഫാക്ടറി പോലെ ഇടണം ഒക്കെ ഉണ്ട്. നമ്മളിപ്പോൾ കച്ചവടം മറ്റേ ഇഡ്ഡലി മാവ് വലിയ ഇത് ചെയ്യുന്ന പോലെ നമ്മളും ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതിനെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ഇതിലാണ് സ്റ്റെപ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതെ. അപ്പോൾ അതിനെ കുറച്ച് മേലെ കൊണ്ടുപോകണം ഉണ്ട്. ഈ നിങ്ങൾ രണ്ടുപേരും വിചാരിച്ച ഏകദേശം ഇപ്പോൾ തൊഴിലില്ലായ്മയുടെ ഒരു കാലഘട്ടമാണ്, ഇല്ലെങ്കിൽ തൊഴിലുണ്ട്, ആളുകളെ കിട്ടുന്നില്ല എന്നുള്ളതാണ് കാലഘട്ടം. അപ്പോൾ എത്ര പേർക്ക് നമുക്കൊരു ജോലി എന്നുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും, ഒരു സംരംഭം എന്നുള്ള രീതിയിൽ തന്നെ തുടങ്ങിയാൽ? എങ്ങനെയെങ്കിലും ഒരു 10-15 പേർക്കെങ്കിലും നമുക്കൊരു ചെയ്തു കൊടുക്കാം. നമുക്ക് ഉണ്ട്. നമ്മളിപ്പോൾ അച്ചാറാണെങ്കിലും നമ്മൾ തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ വരുമാനത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ പോകുന്നതനുസരിച്ചിട്ട് നമ്മളിപ്പോൾ ചെയ്യുന്നത്. നമുക്ക് ഇങ്ങനെ ഇപ്പോൾ പുരോഗമിക്കുന്നത് അനുസരിച്ച് നമ്മൾ ആൾക്കാരെ വെച്ച് നമുക്ക് ചെയ്യിപ്പിക്കാം. പിന്നെ നമ്മൾ ചെറിയ ഫാക്ടറി പോലെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ നമ്മൾ തന്നെ പൊടിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ മെഷീനുണ്ട്, നമ്മൾ തന്നെയാണ് പൊടിക്കുന്നത്. അതുപോലെ നമുക്ക് ഇനി കൂടുതൽ നമ്മൾക്ക് ഓർഡറുകൾ കൂടുന്നതനുസരിച്ച് ആൾക്കാർ എന്തായാലും വേണ്ടി വരും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ആൾക്കാർ നമ്മൾ എങ്ങനെയാണ് വരുമോ അങ്ങനെ നമ്മൾ ചേർത്തിട്ട് നമുക്ക് ചെയ്യണം. ഒരു വലിയൊരു സംരംഭം പോലെ ചെയ്യണം തന്നെ ഉണ്ട്. ഇപ്പോൾ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്, എന്നാൽ അത് അങ്ങനെ കൊണ്ടുപോകണമെന്ന് ഒരു ഇതുണ്ട്. ഒരു സന്തോഷമുള്ള ഒരു ജീവിതമാണ് നിങ്ങൾ നയിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും മറുപടി പറയാം? സന്തോഷം തന്നെയാണ്. എന്താണെന്ന് അറിയാം, നമ്മൾ തന്നെ രാജാവ്, നമ്മൾ തന്നെ മന്ത്രി. നമ്മൾ ആർക്കും നമ്മൾ പാടുപെടുന്ന നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ ഈ ആരുടെ നമ്മൾ ആരുടെ നിൽക്കണ്ട, നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് ചെയ്തു കൊടുക്കാം. എന്താ പറയുക, കസ്റ്റമറുടെ തൃപ്തിയാണ് നമുക്ക് വേണ്ടത്. അതാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. അത് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്തു കൊടുത്താൽ നമുക്ക് സന്തോഷം വരും. അവർക്ക് സാറ്റിസ്ഫാക്ഷൻ വന്നാലേ നമുക്ക് കിട്ടും. അപ്പം നമ്മളെ അടുത്ത് അവർ തന്നെ വന്നോളും. നമുക്കൊരു പരസ്യം പറയുന്നത് പിന്നെ വേണ്ടി വരില്ല. നമ്മൾ ചെയ്യുന്ന കാര്യം വൃത്തിയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരസ്യം പറയുന്നത് വേണ്ടി വരില്ല. അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ ഇപ്പോൾ ഒരു മാവ് കച്ചവടം തന്നെ ഇവിടെ വന്നിട്ട് ഞാൻ ഇവിടെ വന്ന് തുടങ്ങി ഇപ്പോൾ ഏകദേശം എത്തി. എൻ്റെ പരസ്യം പറയുമ്പോൾ ഞാൻ അധികം ഇതായിട്ടില്ല. പിന്നെ ഞാൻ ഇങ്ങനെ കൊടുത്ത് ഇപ്പോൾ ഏകദേശം ഉള്ളവരൊക്കെ അറിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് അവരുടെ തൃപ്തി, കസ്റ്റമർ അവർ വരുന്ന തൃപ്തി, അതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അതിലെനിക്കൊരു സന്തോഷമേ ഉള്ളൂ. അവർ ചെയ്തു കൊടുക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അതെ. ചെറുപ്പം മുതലേ ഒരു സംരംഭം അല്ലെങ്കിൽ ഒരു ബിസിനസ് എന്നുള്ള രീതിയിലുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഇവിടെ വന്ന് ഇത് തുടങ്ങിയതിന് ശേഷമാണോ ഇങ്ങനെ ഒരു വിഷൻ ഉണ്ടായത്? അത് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ പാചകക്കാരനായിരുന്നു. പക്ഷെ ആ അച്ഛൻ്റെ രീതിയൊക്കെ കണ്ടിട്ട് തന്നെയാണ് വളർന്നത്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ഇതൊന്നും പണ്ട് ഉണ്ടായിരുന്നില്ല. ഈ കല്യാണം കഴിഞ്ഞ ശേഷം ഇങ്ങോട്ടേക്ക് പോന്നു. പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ സമയത്ത് വെറുതെ ഇരിക്കേണ്ടെന്ന് പറഞ്ഞ് ഞാൻ ചെറുതായിട്ടൊന്ന് തുടങ്ങിയതായിരുന്നു. എൻ്റെ ഒരു നേരം പോക്കിന് ഞാൻ തുടങ്ങിയതായിരുന്നു. അങ്ങനെ അത് തുടങ്ങിയപ്പോൾ ഇപ്പോൾ അതൊരു സംരംഭമായി. അപ്പോൾ എനിക്കിപ്പോൾ ഇത് തുടരണമെന്ന ഒരു താല്പര്യമാണ്. ഇപ്പോൾ ഇത് തുടരണം. പണ്ടൊക്കെ എനിക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അതിങ്ങനെ ഒരു ഇതിൽ പോയി. പക്ഷേ ഇപ്പോൾ ഇതൊരു സംരംഭം ചെയ്യണം. ആർക്കെങ്കിലും നമ്മളെ കൊണ്ട് ഒരു സഹായമാകണമെങ്കിൽ അത് ചെയ്തു കൊടുക്കണം. എനിക്ക് ഇപ്പോൾ ഒരു ഉപഹാരം കിട്ടുന്നുണ്ട്. എന്നെപ്പോലെ എത്ര പേരുണ്ടാവും. അപ്പോൾ അവർക്ക് എന്നെ കൊണ്ടാവുന്നത് ചെയ്തു കൊടുക്കണമെന്നുണ്ട്. അത് സത്യം. അത് ആ ഭഗവാൻ പുണ്യത്തിലാവണമെന്ന് ഇത് വലുതാവണം. എന്നെ കൊണ്ടാവണത് എൻ്റെ ഇപ്പോൾ കൊടുക്കുന്ന ഒരു രീതി മാറാതെ, ഈ ടേസ്റ്റിലും ഒരു വ്യത്യാസം വരാതെ ഞാൻ കൊടുക്കണം. അതിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. എത്ര കാലം കടന്നാലും നമ്മുടെ ഒരു മാറ്റം വരാതെ കൊണ്ടുപോകണം. എന്നെ കൊണ്ടാവുന്നത് എല്ലാവർക്കും സഹായിച്ചും കൊടുക്കണം. ആർക്കൊക്കെ എനിക്ക് എന്നെ കൊണ്ടാവണോ അതൊക്കെ സഹായിച്ചു കൊടുക്കണം. അതാണ് അതിലൊരു രീതിയാണ് പോകുന്നത്. ഇപ്പോൾ എനിക്കിപ്പോൾ ആകുന്നത് ചെയ്യുന്നുണ്ട്. ഇനി മേലെ കൊണ്ടുപോകണം.
ആ അങ്ങനെ ഉണ്ട്. പണ്ട് അതാണ് എൻ്റെ ഒരു ഇതിപ്പോൾ. അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ മകള് പറയുന്നത് ഒരു സംരംഭമായിട്ട് ഇതിനെ കൊണ്ടുവരണം അല്ലെങ്കിൽ ഇതിനെ വളർത്തിയെടുക്കണം എന്നുള്ളതാണ്. വളർത്തിയെടുക്കണം എന്ന് തന്നെ എൻ്റെ സന്തോഷം. എന്താ വെച്ചാൽ ഞങ്ങൾ പൂർവികമായിട്ട് അതാണ് ഞങ്ങൾക്ക് തൊഴിൽ. എൻ്റെ ആൾ ചെറുപ്പത്തിലേ അയാൾക്ക് അതിൽ മെസ്സിലാണ് ഹോട്ടലിലാണ് ഇൻട്രസ്റ്റ്. അതായത് തിരുമേനിയുടെ അച്ഛൻ. അപ്പോൾ അതിൽ ആ വഴിക്കാണ് ഞാൻ കല്യാണം കഴിച്ച് കൊണ്ടുവന്നത്. ഞാനും അതിൽ തന്നെ ആയത്. അപ്പം തന്നെ ഉണ്ട് അത് കട. അത് എൻ്റെ അമ്മാനപ്പൻ, അമ്മായിയമ്മ ഇവരെല്ലാവരും കൂടി കുടുംബക്കാരൊക്കെ കൂടി നടത്തിയതാണ്. ഒരനിയൻ, ഒരു ഏട്ടൻ, എല്ലാവരും ഉണ്ടായിരുന്നു അതിൽ. പിന്നെ ഞങ്ങൾ മാത്രമായി, ഞാനും എൻ്റെ ആളും മാത്രം. അവരൊക്കെ പോയി. പിന്നെ അമ്മയും അച്ഛനൊക്കെ മരിച്ചുമല്ലോ. അപ്പം ഞാനും എൻ്റെ ആളും കൂടി കുറേ നടത്തി നമ്മറയിൽ. ചുരുങ്ങിയതൊരു 10-100 കൊല്ലം നടത്തിയിട്ടുണ്ടാവും അവർ. 2014 വരെയും നടത്തി. 2015 അച്ഛൻ മരിച്ചത്. അപ്പം നിർത്തി. പക്ഷെ തുടങ്ങായിരുന്നു. എല്ലാവരും പറഞ്ഞു തുടങ്ങി മാമി നിങ്ങളെന്തിനാണ് മുടക്കണമെന്ന് വെച്ചു. പിന്നെ ഈ പിള്ളേരൊക്കെ ചീത്ത പറഞ്ഞു, അമ്മ ഒറ്റയ്ക്ക് ആകില്ല, വേണ്ട. ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് തന്നെ നടത്തി. ആളൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാം ഞങ്ങൾ തന്നെയാണ്. ഒരു ചുരുങ്ങിയതൊരു 10-200 ഉണ്ണും ഉച്ചയ്ക്ക്. നമ്മുടെ ഈ 4 ഭാഗത്തുനിന്നും കൂടി വരും. ഇവിടെ ആ ഭാഗത്ത് എല്ലാവരും കേരളത്തിൽ എവിടെയുള്ളവരൊക്കെ അവിടെ എത്തും. എന്താ വെച്ചാൽ നെല്ലിയാമ്പതിയും പോത്തുണ്ടിയും ടൂറൊക്കെ വരുമല്ലോ. അപ്പോൾ ആ വന്ന് വണ്ടി അങ്ങനെ മിസ് എവിടെയാണെന്ന് അന്വേഷിച്ചിട്ട് വരും. അപ്പം നല്ല ചാപ്പാടായിരുന്നു. അതുകൊണ്ട് കടയില്ല. ഇപ്പോൾ ആൾ പോയപ്പോൾ ഞങ്ങൾ നിർത്തി. ഇപ്പോഴും പോയാൽ ചിലവർ നമ്മാറെ പോയാൽ പറയും നിർത്തിക്കൂടെ മാമി, ചാപ്പാട് തന്നൂടെ ചോദിക്കും. അവർ വേറെ ഒന്നും കൊടുത്തില്ലെങ്കിൽ വേണ്ട, നമ്മുടെ തൈരും അച്ചാറും ചോറും കിട്ടിയാൽ മതി എന്നാണ് പറയുന്നത്. അത്രയും നല്ലതായിരുന്നു. പക്ഷേ തുടങ്ങാനുള്ള സാഹചര്യം അപ്പം ശരിയായില്ല. പിന്നെ ഒറ്റയ്ക്കല്ലേ, ആരും ഇല്ലല്ലോ സഹായത്തിന്. അപ്പം പിന്നെ വേണ്ട വെച്ചോ. പിന്നെ മകൻ ഇവിടെ വീട് വാങ്ങിയപ്പോൾ അമ്മ അങ്ങോട്ട് വരും പറഞ്ഞു. ഒരു മകനാണോ? ആ, ഒരു മകളും ഉണ്ട്. ഒരു മകളുണ്ട്. മകൾ എവിടെയാണ്? അവൾ ആലത്തൂർ വടക്കഞ്ചേരി. അവൾക്ക് വിവാഹം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി. അപ്പം പിന്നെ ഞങ്ങളിവിടെ സെറ്റിലായി മാത്രം. അവിടുത്തെ വീടും കൊടുത്തു. അപ്പോൾ ആ പരിപാടി ഇവൾ തുടങ്ങിയപ്പോൾ നമുക്കും കൂടെ ചെയ്യാമല്ലോ. അങ്ങനെ ചെയ്യുകയാണ് ഇപ്പോൾ. സ്ത്രീകൾ മുന്നിട്ട് ഇറങ്ങുന്ന ഒരു കാലഘട്ടമാണ്. തൊഴിലില്ലായ്മ അത് വേറൊരു വശം. അപ്പം അങ്ങനെയുള്ള ഒരു സമയത്താണ് അമ്മയും ഭാര്യയും ഇങ്ങനൊരു സംരംഭം തുടങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുന്നതും നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അതിനെ വലുതാക്കാനും ആഗ്രഹിക്കുന്നത്. തിരുമേനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഇവർക്കൊരു പിന്തുണ നൽകാൻ സാധിക്കുക? ഇവരെ പിന്തുണ എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും വർക്ക് ചെയ്യും. അവർക്ക് നമ്മളൊരു സപ്പോർട്ടായിട്ട് നിന്നാൽ മതി. സപ്പോർട്ടായിട്ട് നിന്നാൽ എന്താ വെച്ചാൽ ഇവർ വർക്ക് ചെയ്യാൻ അവർ തയ്യാറാണ്. അവർക്ക് എന്താ വെച്ചാൽ സാധനങ്ങൾ നമ്മൾ എത്തിച്ചു കൊടുക്കുക. ഈ പറഞ്ഞ സാധനങ്ങൾ നമ്മൾ അവർക്ക് എത്തിച്ചു കൊടുക്കുക. അതിന് ഇവർക്ക് ബുദ്ധിമുട്ടാണ്. അവർ ഇവിടെ നിന്നെല്ലാം അവർ ചെയ്തു തരാൻ എനിക്ക് പക്ക ബലമായിട്ട് അവർ ചെയ്തു തരും. ഇപ്പം എന്ത് പറഞ്ഞാലും ഒന്ന് അവർ റെഡിയാക്കി വെച്ചോ എന്ന് പറഞ്ഞാൽ അവർ റെഡിയാക്കി വയ്ക്കും. എന്താ വെച്ചാൽ അവർക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടാണെങ്കിൽ അവർ തന്നെ ഒരു ഓട്ടോയിൽ കൊടുത്തയക്കും. ഇനി പറ്റാത്ത സംഭവങ്ങളുണ്ടെങ്കിൽ നമ്മൾ അവരെ ഒന്ന് സഹായിച്ചാൽ അവർ സുഖമായിട്ട് കൊണ്ടുപോകും. ഒരു ദിവസം ആയിരക്കണക്കിന് കമ്പനികളും ചെറിയ ചെറിയ സ്റ്റാർട്ടപ്പുകളും തുടങ്ങുന്ന ഒരു കേരള സംസ്ഥാനത്തിലാണ് നമ്മളുള്ളത്. അതേപോലെ തന്നെ ഒരുപാട് പേര് ഇതൊന്നും സാധിക്കാതെ അത് പൂട്ടിപ്പോകുന്നുമുണ്ട്. അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് ഈ ഒരു കുടുംബം ഇപ്പോൾ തന്നെ ഏകദേശം ഒരു 30,000 രൂപ മേലെ വരുമാനം വരുന്ന ഒരു ചെറിയ സംരംഭം അവരുടെ വീട്ടിൽ കൊണ്ടു നടക്കുന്നു, അല്ലെങ്കിൽ വീട്ടിൽ നടത്തിക്കൊണ്ട് പോകുന്നു. അതിനെ ഒരു വലിയ സംരംഭമാക്കാനുള്ള ഒരു ശുഭപ്രതീക്ഷയോട് കൂടിയാണ് ഈ ജീവിതങ്ങൾ ഇനിയുള്ള ദിവസങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ ജീവിതയാത്ര തുടരുന്നത്. ഇത് നമുക്ക് എല്ലാവർക്കും ഇൻസ്പയർ ചെയ്യേണ്ട ഒരു സ്റ്റോറിയാണ്. 5,000 മുതൽ 7,000 രൂപയ്ക്ക് വരെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരുപാട് വ്യക്തികളെ നമുക്കറിയാം, സ്ത്രീകൾ എസ്പെഷ്യലി. അങ്ങനെയുള്ള സമയത്താണ് മാസം 30,000 രൂപ മേലെ വരുമാനമുള്ള ഒരു ചെറിയൊരു യൂണിറ്റ് ഇവർ വീട്ടിൽ നടത്തിക്കൊണ്ട് പോകുന്നു. ആർക്കും തുടങ്ങാൻ കഴിയുന്ന, ഒരുപാട് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ആവശ്യമില്ലാതെ തുടങ്ങാൻ കഴിയുന്ന ഒരു ചെറിയ സംരംഭമാണ് ഇവരുടെ വീട്ടിലുള്ളത്. ഇവരുടെ ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 15 മുതൽ 20 പേർക്ക് വരെ ഒരു തൊഴിൽ നൽകാൻ സാധ്യതയുള്ളൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു വിഷനോട് കൂടിയാണ് ഈ കുടുംബം അല്ലെങ്കിൽ ഈ ജീവിതങ്ങൾ മുന്നോട്ട് പോകുന്നത്. തിരുവേനി, ജീവിതത്തിൽ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതേപോലെ തന്നെ വളരെ സക്സസ്ഫുൾ ആയിട്ട് ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം തിരുമേനി ഒരു ഹാപ്പി ആയിട്ടുള്ള, സന്തോഷമായിട്ടുള്ള ഒരു ജീവിതമാണോ നയിക്കുന്നത്, അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫാണോ താങ്കൾക്കുള്ളത്? എന്താണ് തിരുമേനിക്ക് തോന്നുന്നത്? എനിക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ജീവിതമാണ്. എന്താ വെച്ചാൽ എനിക്ക് ആ ശാന്തിയും ഈ സംരംഭത്തോടും എനിക്ക് വളരെ താല്പര്യമുള്ള കേസാണ്. എന്താ വെച്ചാൽ എനിക്ക് സംരംഭത്തിൽ എന്നാൽ ഒരു സേവനമാണ്, ഇതും ഒരു സേവനമാണ്.
എന്താ വെച്ചാൽ ഇല്ലാത്തവർക്ക് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. എല്ലാവരും സാമ്പാർ വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അമ്പലത്തിലേക്ക് വരുന്നുണ്ട്. എങ്ങനെയാണെന്നുള്ളത് ആർക്കും എല്ലാവർക്കും എല്ലാം അറിഞ്ഞോളന്നില്ല. ഞാനും അറിയുന്ന ഒരു വ്യക്തിയല്ല, അറിയുന്നത് ഒരു 10 പേർക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് മാത്രം. അതാണ് നമ്മുടെ ഇതിൽ മെയിനായിട്ടുള്ളൊരു ഇത് ചെയ്യുന്നത്. തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം സന്തോഷം എന്ന് പറയുന്നത് എന്താണ്? സന്തോഷം എന്ന് പറയുന്നത് അവരുടെ ആ ഒരു അവരുടെ പെരുമാറ്റം, അവർ നമുക്ക് ഒരു ആത്മതൃപ്തി നമുക്ക് തോന്നുന്നുണ്ട് നമ്മൾ ഈ ചെയ്യുന്ന കാര്യത്തിൽ. അതാണ് അതിൽ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ആത്മസംതൃപ്തി എന്ന് പറയുന്നതാണ് തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം സന്തോഷമാവുന്നത്. അപ്പോൾ അത് കിട്ടുന്ന കാര്യങ്ങളാണ് തിരുമേനി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ. അത് ഇപ്പോൾ അമ്പലത്തിലെ ശാന്തി എന്ന് പറയുന്ന ജോലിയാണെങ്കിലും വീട്ടിലുള്ള ഈ ഒരു ചെറിയ സംരംഭമാണ് പറയുന്നത്. തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോൾ സാധാരണ സക്സസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരാളുടെ ജീവിതം വിജയിച്ചിരിക്കുകയാണെന്ന് പറയുന്നത് പല അടിസ്ഥാനത്തിലാണ്. ചിലവർക്ക് ഒരുപാട് കാശുണ്ടാകുമ്പോഴാണ്, ചിലവർക്ക് അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചൊരു കാര്യങ്ങൾ വാങ്ങിക്കുമ്പോഴോ അല്ലെങ്കിൽ ജീവിത പങ്കാളിയെ കിട്ടുമ്പോഴോ അങ്ങനെയൊക്കെ ആയിരിക്കാം. തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം ഒരു സക്സസ്ഫുൾ ആണെന്ന് പറയാൻ എന്താണ് കാരണം? കാശല്ല ഇതിന്. ഇതെന്താ വെച്ചാൽ ഇതിൽ 10 പേർക്ക് നമുക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയുന്നുണ്ടല്ലോ. അതാണ് ഇതിലെ ഏറ്റവും വലിയ സംരംഭത്തിൽ ഏറ്റവും മുന്നോടിയായിട്ട് പറ്റുക. അവർ ഉപയോഗിച്ച് അവരുടെ സാമ്പാർ നന്നായിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ സമ്മന്തിപ്പൊടി നന്നായിരിക്കുന്നുണ്ട് എന്ന് പറയുന്നതിലാണ് നമ്മൾ സക്സസ്. അല്ലെങ്കിൽ കുറേ കാശോ അല്ലെങ്കിൽ അതിലൊന്നും ഒരു കാര്യമില്ല. അതാണ് ഇതിൽ സത്യം മനസ്സിലാക്കേണ്ടത്. അതാണ് ശരിക്കും തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം സന്തോഷം എന്ന് പറയുന്നത് ഒരു സേവനമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ, അവർക്കൊരു നന്മ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സംതൃപ്തി അതാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സന്തോഷം എന്ന് പറയുന്നത്. ജീവിതത്തിൽ അങ്ങനെ ഒരു സന്തോഷം എത്ര പേർക്ക് ലഭിക്കാറുണ്ട്? അല്ലെങ്കിൽ അങ്ങനെ ഒരു സന്തോഷം വേണമെന്ന് എത്ര പേര് ആഗ്രഹിക്കാറുണ്ട്?